حرمت عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به والمنخنقة والموقوذة والمتردية والنطيحة وما أكل السبع إلا ما ذكيتم وما ذبح على النصب وأن تستقسموا بالأزلام ذلكم فسق اليوم يئس الذين كفروا من دينكم فلا تخشوهم واخشون اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا فمن اضطر في مخمصة غير متجانف لإثم فإن الله غفور رحيم. ശവവും രക്തവും പന്നിമാംസവും അല്ലാഹുവല്ലാത്തവരുടെ നാമത്തിൽ അറുക്കപ്പെട്ടതും ശ്വാസം മുട്ടിയോ അടിയേറ്റോ ചത്തതും മുകളിൽ നിന്ന് താഴോട്ട് വീണു ചത്തുപോയതും തമ്മിൽ കുത്തിച്ചത്തതും ഹിംസ്രജന്തുക്കൾ പരിക്കേൽപ്പിച്ചതും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. പരിക്കേൽപ്പിക്കപ്പെട്ട മൃഗങ്ങൾ ചാകുന്നതിനു മുമ്പ് നിങ്ങൾ നിയമാനുസൃതം അറുത്തിട്ടുള്ളത് അനുവദനീയമാകുന്നു. പ്രതിഷ്ഠകൾക്കു വേണ്ടി ബലിയെറുക്കപ്പെട്ടതും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അമ്പുകൊണ്ട് ഭാഗ്യം പരീക്ഷിക്കുന്നതും നിഷിദ്ധമാകുന്നു. ഇതെല്ലാം കടുത്ത അധർമ്മമാകുന്നു. ഇന്ന് സത്യനിഷേധികൾ നിങ്ങളുടെ ദീനിനെ സംബന്ധിച്ച് തികച്ചും നിരാശരായി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, എന്നെ ഭയപ്പെടുവിൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. എന്റെ അനുഗ്രഹം നിങ്ങളിൽ തികയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ഇസ്ലാമിനെ നിങ്ങൾക്കുള്ള ദീൻ അഥവാ ധർമ്മവ്യവസ്ഥയായി ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ നിങ്ങൾക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട വിധിവിലക്കുകൾ പാലിക്കുവിൻ. വല്ലവനും പാപം ചെയ്യണമെന്ന വിചാരത്തോടെയല്ലാതെ അസഹ്യമായ വിശപ്പുകൊണ്ട് നിർബന്ധിതനായതിനാൽ മേൽപ്പറഞ്ഞ നിഷിദ്ധ വസ്തുക്കളിൽ എന്തെങ്കിലും തിന്നേണ്ടി വന്നാൽ നിസ്സംശയം അല്ലാഹു മാപ്പരുളുന്നവനും ദയാപരനുമാകുന്നു. ദൈവനാമത്തിൽ അറുക്കപ്പെടാതെ ജീവഹാനി സംഭവിച്ച ജന്തുക്കളുടെ ജഡമാണ് മൈത്തത്ത് അഥവാ ശവം. അല്ലാഹുവല്ലാത്ത മറ്റു വല്ലവരുടെയും നാമമുച്ചരിച്ച് അറുക്കപ്പെട്ടതും വല്ല പുണ്യാത്മാവിന്റെയോ ദേവീ ദേവന്മാരുടെയോ പേരിൽ നേർച്ച നേർന്നതും അല്ലാഹുവല്ലാത്തവർക്കു വേണ്ടി അറുക്കപ്പെട്ടതാകുന്നു. അടിയേറ്റതോ മുകളിൽ നിന്ന് വീണോ തമ്മിൽ കുത്തുകൂടിയോ ഹിംസ്രജന്തുക്കൾ പരുക്കേൽപ്പിച്ചതിനാലോ ചത്തുപോയ ജന്തുക്കളുടെ ജഡം ഭക്ഷിക്കാൻ പാടില്ല. എന്നാൽ ഇത്തരം ആപത്തിനിരയായിട്ടും ജീവന്റെ ലക്ഷണം കാണപ്പെടുകയും അറുക്കപ്പെടുകയും ചെയ്താൽ ഭക്ഷിക്കാവുന്നതാണ്. ഹലാലായ ജീവികളുടെ മാംസം ഭക്ഷിക്കണമെങ്കിൽ അവയെ അറുത്ത് രക്തം കളയണമെന്ന് സാരം. അറവല്ലാത്ത മറ്റൊരു മാർഗത്തിൽ കൂടി മാംസം അനുവദനീയമാകുന്നതല്ല. സകാത്ത്, ദബ്ഹ് എന്നീ ഇസ്ലാമിക സാങ്കേതിക പദങ്ങളുടെ അർത്ഥം ജീവികളുടെ കണ്ഠനാളം മുറിച്ച് രക്തം നല്ലപോലെ വാർത്തു കളയുക എന്നതാണ്. കഴുത്ത് ഞെരിച്ചോ മറ്റു രൂപത്തിലോ ജീവികളെ കൊല്ലുന്നത് ദോഷമാണ്. കാരണം രക്തം ഭൂരിഭാഗവും ശരീരത്തിനുള്ളിൽ കെട്ടിനിൽക്കുകയും അവിടെ വെച്ച് ഉറച്ച് മാംസത്തോട് പറ്റിക്കൂടുകയും ചെയ്യും. എന്നാൽ അറുക്കുമ്പോൾ ശരീരത്തിന് തലച്ചോറുമായുള്ള ബന്ധം കുറെ സമയത്തേക്ക് അവശേഷിക്കും. അതിനാൽ നാഡിഞരമ്പുകളിലെ രക്തം വാർന്ന് മാംസം രക്തത്തിൽ നിന്ന് നല്ലപോലെ ശുദ്ധമായി തീരുന്നതാണ്. രക്തം ഹറാമാണെന്ന് മുകളിൽ പറഞ്ഞുവല്ലോ. അതിനാൽ മാംസം ഹലാലാകാൻ അത് രക്തത്തിൽ നിന്ന് വേർപെടേണ്ടതാകുന്നു. നുസുബ് എന്ന പദത്തിന്റെ അർത്ഥത്തിൽ അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ചാ വഴിപാടുകൾ അർപ്പിക്കേണ്ടതിന് പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഉൾപ്പെടുന്നു. അവിടെ കല്ലിന്റെയോ മറ്റോ വിഗ്രഹമുണ്ടായിരിക്കണമെന്നില്ല. യാഗപീഠം, യജ്ഞമണ്ഡപം, പ്രതിഷ്ഠാ സന്നിധാനം എന്നിവയുടെ പര്യായമത്രേ നുസുബ്. വല്ല ദേവീദേവന്മാരോടോ മഹാത്മാക്കളോടോ അല്ലെങ്കിൽ ശിർക്കുപരമായ ഏതെങ്കിലും വിശ്വാസത്തോടോ ബന്ധപ്പെട്ട ബലിയിടങ്ങളെല്ലാം നുസുബ് ആകുന്നു. ഇവിടെ ഒരു കാര്യം നല്ലപോലെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ശരീഅത്തിൽ നിശ്ചയിക്കപ്പെട്ട നിയമപരിധികൾക്കുള്ള യഥാർത്ഥ അടിസ്ഥാനം അവയുടെ വൈദ്യശാസ്ത്രപരമായ ഗുണദോഷങ്ങളല്ല, മറിച്ച് ധർമ്മശാസ്ത്രപരവും സാൻമാർഗികവുമായ നന്മത്തിന്മകളാണ്. പ്രകൃതിശാസ്ത്രപരമായ കാര്യങ്ങളെ ദൈവം മനുഷ്യന്റെ അന്വേഷണ നിരീക്ഷണങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. തന്റെ ശരീരത്തിനും ആരോഗ്യത്തിനും ഉപയുക്തമായ പോഷക പദാർത്ഥങ്ങളേവ, പ്രയോജനകരമല്ലാത്തതും ദോഷകരവുമായവ ഏത് എന്നൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചുകൊള്ളണം.
ഇക്കാര്യത്തിൽ മാർഗനിർദ്ദേശം നൽകാനുള്ള ഉത്തരവാദിത്വം ശരീഅത്ത് ഏറ്റെടുത്തിട്ടില്ല. ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ആദ്യം നിരോധിക്കുക വിഷപദാർത്ഥങ്ങളെയായിരുന്നു. എന്നാൽ ഖുർആനിലോ ഹദീസിലോ മനുഷ്യ ശരീരത്തെ ഹനിക്കുന്ന വിഷപദാർത്ഥങ്ങളെപ്പറ്റി എവിടെയും വിശദീകരിച്ചിട്ടില്ല. ഭക്ഷണ സംബന്ധമായി ശരീഅത്ത് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ സദാചാര ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന വശത്തെക്കുറിച്ച് മാത്രമാണ്. മനുഷ്യന്റെ ധർമ്മത്തെ ബാധിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ, മനപരിശുദ്ധിയെ പരിഗണിച്ചുള്ള അവയുടെ സ്വഭാവം, വിശ്വാസപരവും സിദ്ധാന്തപരവുമായ പരിഗണനയിൽ ആഹാര സമ്പാദന മാർഗങ്ങളുടെ ശരിയും തെറ്റും തുടങ്ങിയ കാര്യങ്ങളാണ് ശരീഅത്ത് പ്രതിപാദിച്ചിട്ടുള്ളത്. എന്തെന്നാൽ ഈ വശത്തെപ്പറ്റിയുള്ള നിരീക്ഷണം മനുഷ്യ കഴിവിനതീതമാണ്. അതന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള സാമഗ്രികൾ അവന്റെ അധീനത്തിലില്ല. ഇത്തരം വിഷയങ്ങളിൽ അവന് അടിക്കടി തെറ്റുപറ്റിക്കൊണ്ടിരിക്കുന്നതിന്റെ യഥാർത്ഥ കാരണവും അതത്രേ. ആകയാൽ ഈ വശത്തിൽ ശരീഅത്തിന്റെ മാർഗനിർദ്ദേശം മാത്രമാണ് ഏകനിദാനം. ശരീഅത്ത് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച സംഗതി ഒന്നുകിൽ സദാചാരത്തിൽ ഈ സ്വാധീനം ചെലുത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ പരിശുദ്ധിക്കെതിരായിരിക്കും. അതുമല്ലെങ്കിൽ അസത്യവിശ്വാസത്തോടോ അന്ധവിശ്വാസത്തോടോ മറ്റോ ബന്ധപ്പെട്ടതായിരിക്കും. ഇത്തരത്തിലുള്ള ചീത്ത ഫലങ്ങൾ ഉണ്ടാക്കാത്ത വസ്തുക്കളെയാണ് ശരീഅത്ത് ഹലാലാക്കിയിരിക്കുന്നത്. എന്നാൽ നമുക്കൊരു കാഴ്ചപ്പാട് ലഭിക്കാൻ അത്തരം ഹറാമുകളെ നിയമവിരുദ്ധങ്ങളായി പ്രഖ്യാപിച്ചതിന്റെ കാരണങ്ങൾ എന്തുകൊണ്ട് അള്ളാഹു വിവരിച്ചില്ല എന്നൊരു ചോദ്യം ഉയർന്നേക്കാം. ആ കാരണങ്ങൾ മനസ്സിലാക്കുക നമുക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് എന്നാണ് അതിനുള്ള ഉത്തരം. ഉദാഹരണമായി, രക്തവും പന്നിമാംസവും ശവവുമൊക്കെ തിന്നുന്നതിനാൽ മനുഷ്യന്റെ സാൻമാർഗിക ഗുണങ്ങൾക്ക് ഏതേത് ദൂഷ്യങ്ങൾ എത്രത്തോളം എങ്ങനെ ബാധിക്കുന്നു എന്ന സംഗതി നമുക്കൊരു വിധത്തിലും നിരീക്ഷിച്ചറിയുക സാധ്യമല്ല. എന്തെന്നാൽ സാൻമാർഗിക ഗുണങ്ങളെ അളന്നു തൂക്കാൻ ഉപയുക്തമായ ഒരു യന്ത്രം നമുക്കിതുവരെ കിട്ടിക്കഴിഞ്ഞിട്ടില്ല. ഇനി അവയുളവാക്കുന്ന ദുഷ്ഫലങ്ങളെപ്പറ്റി അള്ളാഹു പ്രസ്താവിച്ചാൽ തന്നെ സംശയാലുക്കളുടെ ഇന്നത്തെ നിലപാടിന് വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തെന്നാൽ ആ പ്രസ്താവത്തെ വിലയിരുത്താൻ ഉതകുന്ന ഉരക്കല്ല് അവരുടെ പക്കലില്ലല്ലോ. അതിനാൽ ഹലാലിന്റെയും ഹറാമിന്റെയും പരിധികൾ പാലിക്കാനുള്ള ഏകനിദാനം സത്യവിശ്വാസമത്രേ. അള്ളാഹു യുക്തിമാനും സർവജ്ഞനുമാണെന്നും ഖുർആൻ ദൈവദത്തമായ ഗ്രന്ഥമാണെന്നും മുഹമ്മദ് നബി ദൈവനിയുക്തനായ പ്രവാചകനാണെന്നും വിശ്വസിക്കുന്ന ജനങ്ങളുണ്ടല്ലോ. അവർ അള്ളാഹുവും റസൂലും നിർണയിച്ചു കൊടുത്ത അതിരുകളെ കാത്തുസൂക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു വൈമനസ്യവും കാണിക്കുന്നതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവയുടെ യുക്തിയും നന്മയും മനസ്സിലായാലും ഇല്ലെങ്കിലും സമമാണ്. പ്രസ്തുത അടിസ്ഥാന ആദർശങ്ങളിൽ വിശ്വാസമില്ലാത്തവർക്കാകട്ടെ മനുഷ്യന്റെ ജ്ഞാനപരിധിക്ക് അധീനമായ ചീത്ത വസ്തുക്കളെ പരിത്യജിക്കുകയും ജ്ഞാനപരിധിക്ക് അതീതമായ നീചവസ്തുക്കളെ പരീക്ഷണ വിധേയമാക്കുകയുമല്ലാതെ ഗത്യന്തരമില്ല. അമ്പുകൊണ്ട് ഭാഗ്യം പരീക്ഷിക്കുക എന്ന വാക്യത്തിലൂടെ നിയമവിരുദ്ധമാക്കിയ വസ്തുക്കളുടെ 3 വലിയ വിഭാഗങ്ങൾ ലോകത്ത് കാണപ്പെടുന്നുണ്ട്. ആയത്തിന്റെ വിധി 3നും ബാധകമാണ്. 1. ശിർക്കുപരമായ പ്രശ്നം വെക്കൽ. അദൃശ്യമാർഗേണ ഗുണദോഷങ്ങളും ഭാഗ്യനിർഭാഗ്യങ്ങളും അറിയാനും വരുത്താനും സാധിക്കുന്നവരെന്ന വിശ്വാസത്തിൽ ദേവീദേവന്മാരോടോ പുണ്യാത്മാക്കളോടോ നന്മ തിന്മകൾ അന്വേഷിക്കൽ, ഭാഗ്യമാർത്ഥിക്കൽ, ആ വഴിക്ക് പരസ്പര വഴക്കുകൾ അവസാനിപ്പിക്കൽ എന്നിവയെല്ലാം ഈ ഇനത്തിൽപ്പെട്ടതാണ്. മക്കയിലെ ബഹുദൈവാരാധകന്മാർ കഅബ ദേവാലയത്തിനകത്ത് ഹുബുൽ എന്ന വിഗ്രഹത്തെ ഈ ആവശ്യത്തിനായി പ്രത്യേകം അവലംബിച്ചിരുന്നു. അതിന്റെ മണ്ഡപത്തിൽ വിവിധ വാക്കുകളും വാചകങ്ങളും എഴുതപ്പെട്ട 7 അസ്ത്രങ്ങൾ സ്ഥാപിച്ചിരുന്നു. ഒരു കാര്യത്തിന് മുതിരുമ്പോൾ അത് വേണ്ടതോ വേണ്ടാത്തതോ എന്നറിയാൻ ഹുബിലിനെയാണ് ആശ്രയിച്ചിരുന്നത്. മാത്രമല്ല, കാണാതായ സാധനത്തെപ്പറ്റി വിവരം കിട്ടാനോ ഒരു കൊലപാതക കേസിൽ വിധി അറിയാനോ അതിനെ അവർ സമീപിച്ചിരുന്നു. കൂടാതെ ഹുബിലിന്റെ പൂജാരിയെ സമീപിച്ച് വഴിപാട് നൽകുകയും തങ്ങളുടെ പ്രശ്നത്തിൽ തീരുമാനം ചെയ്തു തരാൻ ഹുബിലിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പൂജാരി അമ്പുകൾ കൊണ്ട് ശകുനം നോക്കും. അതിൽ കിട്ടുന്ന അമ്പിന്മേൽ കൊത്തിയ വാക്ക് ഹുബിലിന്റെ വിധിയായി അംഗീകരിക്കപ്പെടുകയും ചെയ്യും. 2. അന്ധവിശ്വാസപരമായ ശകുനനോട്ടം. ജീവിത വ്യവഹാരങ്ങളെപ്പറ്റി വിചിന്തനത്തിന്റെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാതിരിക്കുക. അതിനു പകരം വല്ല യാദൃശ്ചിക കാര്യങ്ങളെയോ അയഥാർത്ഥ വസ്തുക്കളെയോ ആധാരമാക്കി തീരുമാനം കൽപ്പിക്കുക. അല്ലെങ്കിൽ അദൃശ്യങ്ങളെ അറിയാനുള്ള മാർഗമെന്ന് തെളിഞ്ഞിട്ടില്ലാത്ത അശാസ്ത്രീയ ഉപായങ്ങളിലൂടെ മനുഷ്യന്റെ ഭാഗ്യനിർഭാഗ്യങ്ങൾ ആരായുക എന്നിവയാണ് ഇതുകൊണ്ടുദ്ദേശ്യം. നക്ഷത്രഫലം, ജാതകം, ശകുനം, പക്ഷിലക്ഷണം മുതലായവയുടെ അസംഖ്യം രൂപങ്ങൾ ഈ ഇനത്തിൽപ്പെട്ടതാണ്. 3. ചൂതാട്ടത്തിന്റെ എല്ലാ ഇനങ്ങളും. വസ്തുക്കളുടെ വിഭജനത്തിന് അവകാശങ്ങളോ സേവനങ്ങളോ ബുദ്ധിപരമായ തീരുമാനങ്ങളോ അടിസ്ഥാനമായി സ്വീകരിക്കാതെ വെറും യാദൃശ്ചിക കാര്യങ്ങളെ ആധാരമാക്കി തീരുമാനമെടുക്കുന്ന രൂപങ്ങളെല്ലാം ഈ ഇനത്തിൽപ്പെടുന്നു. ഉദാഹരണമായി,
ഭാഗ്യക്കുറിയിൽ യാദൃശ്ചികമായി ഒരു നറുക്ക് കിട്ടുന്നതിനാൽ ആയിരക്കണക്കായ വ്യക്തികളുടെ പോക്കറ്റിൽ നിന്ന് വന്ന പണം ഒരു വ്യക്തിയുടെ പോക്കറ്റിലേക്ക് പോകുന്നു. ഇതേ പ്രകാരമാണ് പ്രശ്നപന്തയവും. ഒരു പദപ്രശ്നത്തിന് വിജ്ഞാനപരമായി നോക്കുമ്പോൾ ധാരാളം ഉത്തരങ്ങൾ ശരിയാവാം. എന്നാൽ സമ്മാനാർഹമാകുന്നത് പ്രശ്നകർത്താവിന്റെ പെട്ടിയിൽ സൂക്ഷിച്ചിട്ടുള്ളതിനോട് യോജിക്കുന്ന ഉത്തരം മാത്രമാണ്. ന്യായമായ ഒരു പരിശ്രമത്തിന്റെ ഫലമല്ല, കേവലം യാദൃച്ഛിക സംഭവമാണതെന്ന് സ്പഷ്ടം. ഇസ്ലാം ഈ 3 ഇനങ്ങളെയും നിഷിദ്ധമാക്കിയിരിക്കുന്നു. നറുക്കെടുപ്പിന് നിർദോഷമായ ഒരു രൂപ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. തുല്യമായ 2 അനുവദനീയ കാര്യങ്ങളിൽ അഥവാ 2 തുല്യ അവകാശങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതിനുള്ള നറുക്കെടുപ്പാണ് ഇത്. ഉദാഹരണമായി, ഒരു വസ്തുവിൽ 2 പേർക്ക് എല്ലാവിധേനയും സമമായ അവകാശമുണ്ടെന്ന് വിചാരിക്കുക. 2-ൽ ഒരാൾക്ക് മുൻഗണന കൽപ്പിക്കാൻ ന്യായമായ ഒരു കാരണവുമില്ല താനും. സ്വന്തം അവകാശത്തെ സ്വയം പരിത്യജിക്കാൻ ആരും തയ്യാറുമല്ല. ഇവിടെ ഇരുവരുടെയും സമ്മതത്തോടെ നറുക്കിട്ട് തീരുമാനം കൽപ്പിക്കുന്നതിന് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. മറ്റൊരുദാഹരണം, തികച്ചും തുല്യമായി കാണപ്പെടുന്ന 2 പ്രവൃത്തികൾ. യുക്തിയുടെ വെളിച്ചത്തിൽ ഏതാണ് സ്വീകരിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ ആവശ്യമാണെങ്കിൽ നറുക്കെടുത്ത് കാര്യം തീരുമാനിക്കാവുന്നതാണ്. 2 തുല്യാവകാശികളിൽ ഒരാളെ തെരഞ്ഞെടുത്തു നോക്കേണ്ട ആവശ്യം നേരിടുകയും ഒരാളെ തെരഞ്ഞെടുത്താൽ മറ്റേയാൾക്ക് മനക്ലേശത്തിനിടവരുമെന്ന് ശങ്കിക്കുകയും ചെയ്തിരുന്ന സന്ദർഭങ്ങളിൽ നബി തിരുമേനി ഈ സമ്പ്രദായം സ്വീകരിക്കാറുണ്ടായിരുന്നു. അൽ യൗം അഥവാ ഇന്ന് എന്ന പ്രയോഗം ഒരു പ്രത്യേക ദിവസത്തെയോ തീയതിയെയോ അല്ല, പ്രകൃത വചനങ്ങൾ അവതരിച്ച കാലഘട്ടത്തെയാണ് കുറിക്കുന്നത്. വർത്തമാനകാലത്തെ ഇന്ന് എന്ന് പ്രയോഗിക്കുന്ന രീതി പൊതുവെ എല്ലാ ഭാഷകളിലുമുള്ളതാണ്. സത്യനിഷേധികൾ നിങ്ങളുടെ ദീനിനെ സംബന്ധിച്ച് തികച്ചും നിരാശരായി കഴിഞ്ഞിരിക്കുന്നു എന്ന വാക്യത്തിന്റെ താൽപര്യം ഇതാണ്. ഇപ്പോൾ നിങ്ങളുടെ ദീൻ ഒരു സ്വതന്ത്ര വ്യവസ്ഥയായി കഴിഞ്ഞു. സ്വന്തമായ ഭരണാധികാരത്തോടെ അത് നടപ്പിൽ വരികയും ചെയ്തു. അതിന്റെ സംസ്ഥാപനത്തിന് മുമ്പിൽ ഇതുവരെ വിലങ്ങുതടിയായി നിന്നിരുന്ന അവിശ്വാസികൾക്ക് ഇനി അത് സാധ്യമല്ലെന്ന് ബോധ്യമായിരിക്കുന്നു. നിങ്ങളുടെ ദീനിനെ തുടച്ചു നീക്കാനോ നിങ്ങളെ ആ പഴഞ്ചൻ ജാഹിലീയത്തിലേക്ക് തിരിച്ചുകൊണ്ടുപോകാനോ അവർക്ക് ഇനി സാധ്യമല്ല. അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടരുത്, എന്നെ ഭയപ്പെടുവിൻ. അതായത്, ദീനിന്റെ വിധിവിലക്കുകളും തത്വനിർദ്ദേശങ്ങളും നടപ്പിൽ വരുത്തുന്നതിൽ വല്ല മുസ്ലിമേതര ശക്തിയുടെ മേധാവിത്വത്തെയോ കൈക്കടത്തലിനെയോ പ്രതിരോധത്തെയോ ശങ്കിക്കേണ്ടതില്ല. മനുഷ്യരെ ഭയപ്പെടാൻ ഇന്ന് ഒരു കാരണവും അവശേഷിക്കുന്നില്ല. ആകയാൽ അല്ലാഹുവെ ഭയപ്പെടുക, അവന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തുക. ദൈവിക നിയമസംഹിതയെ അതിലംഘിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ദൈവത്തെ അനുസരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ്. അല്ലാതെ ഇതരന്മാരുടെ സമ്മർദ്ദം മൂലമാണതെന്ന് അർത്ഥം കൽപ്പിക്കാൻ ഇപ്പോൾ ഒരു പഴുതും അവശേഷിക്കുന്നില്ല. ദീൻ സമ്പൂർണമാക്കി തരിക എന്നതിന്റെ താൽപര്യമിതാണ്. മനുഷ്യജീവിത പ്രശ്നങ്ങൾക്കഖിലം താത്വികമോ സവിസ്തരമോ ആയ പരിഹാരം ഉൾക്കൊള്ളുന്ന ഇസ്ലാമിനെ സ്വയം പര്യാപ്തമാക്കി തന്നിരിക്കുന്നു. മാർഗനിർദ്ദേശാർത്ഥം ഒരിക്കലും പുറത്തെങ്ങും അന്വേഷിച്ചു പോവേണ്ട ആവശ്യമില്ലാത്ത ഒരു സ്വതന്ത്ര ചിന്താകർമ്മ പദ്ധതിയും സമ്പൂർണമായ സാംസ്കാരിക നാഗരിക വ്യവസ്ഥിതിയുമാണത്. അനുഗ്രഹം തികയ്ക്കുക എന്നതിന്റെ വിവക്ഷ സന്മാർഗനിർദ്ദേശമാകുന്ന അനുഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ്. ഇസ്ലാമിനെ ദീൻ എന്ന നിലയിൽ തൃപ്തിപ്പെട്ടു എന്നതിന്റെ ഉദ്ദേശ്യം ഇതാണ്. ദൈവത്തിനെ പൂർണ്ണമായും അനുസരിച്ചു കൊള്ളാമെന്ന കരാർ നിങ്ങളുടെ പ്രവൃത്തി രൂപത്തിൽ ആത്മാർത്ഥമായി പാലിച്ചതിനാൽ അതിനെ ഞാൻ നിങ്ങളുടെ ദീനായി അംഗീകരിച്ചു. ദൈവേതരന്മാരുടെ അടിമത്തനുകം നിങ്ങളുടെ മുതുകിൽ അവശേഷിക്കാത്ത ഒരവസ്ഥയിലേക്ക് ഫലത്തിൽ തന്നെ നിങ്ങളെ നാം എത്തിച്ചു. ആദർശത്തിൽ നിങ്ങൾ എന്റെ ആജ്ഞാനുവർത്തികളായതുപോലെ കർമ്മത്തിലും എന്റെ മാത്രം ആജ്ഞാനുവർത്തികളാകാതിരിക്കാൻ നിങ്ങളെ നിർബന്ധിക്കുന്ന ഒരു പരിതസ്ഥിതിയും അവശേഷിക്കുന്നില്ല. حرمت عليكم الميتة والدم